ഷാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? ഇമ്മിണി അമ്മ കണ്ണെഴുതി. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാട്ടാ. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കൂട്ടുകാരുടെ പരിപാടികളാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇതളുകളിൽ കേൾക്കാൻ പോണത്. ദേവാർച്ചന ഒരു മലയാളം കവിത ചൊല്ലാൻ പോവാണേ. പ്രശസ്ത കവി ONV കുറുപ്പിൻ്റെ മലയാളം എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. എത്ര സുന്ദരമെൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കുരുത്തൊരു പൊന്നുനൂൽ പോലെ. എത്ര സുന്ദരമെൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കുരുത്തൊരു പൊന്നുനൂൽ പോലെ. മണ്ണിൽ വീണു കുരുത്തു നെന്മണി വിത്തു മുള പൊട്ടി, മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ. മണ്ണിൽ വേർപ്പു വിതച്ചവർദ്ധൻ ഈണമായി വന്നു, അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം. എത്ര സുന്ദരമെൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കുരുത്തൊരു പൊന്നുനൂൽ പോലെ. കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി, നെഞ്ചണച്ചൊരു ഗുരു വളർത്തി കിളിമകൾ പാടി. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ തേൻകിനിയും വാക്കിലൂതി വളർന്നു മലയാളം. എത്ര സുന്ദരമെൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കുരുത്തൊരു സ്വർണ്ണമാലിക പോ. എത്ര സുന്ദരമെൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കുരുത്തൊരു പൊന്നുനൂൽ പോലെ. എത്ര സുന്ദരമെൻ്റെ മലയാളം, എത്ര സുന്ദരമെൻ്റെ മലയാളം, എൻ്റെ മലയാളം, എൻ്റെ മലയാളം. ഒരു ലളിതഗാനം കേൾക്കാം. ദേവനാഥാണ് കേട്ടോ പാടണേ. കാവതിക്കാക്കൂട്ടിൽ കൂവരങ്കുയിൽ കൂവി. കാവതിക്കാക്കൂട്ടിൽ കൂവരങ്കുയിൽ കൂവി. മഞ്ഞുമുടിയ മാനത്തോടെ പിഞ്ചിയ മഞ്ഞലകളെ മാങ്കാവിൽ ഇളം തേങ്കാവിൽ. കാവതിക്കാക്കൂട്ടിൽ കൂവരങ്കുയിൽ കൂവി. ചിങ്ങമരച്ചില്ലയിലെ ചുള്ളിക്കമ്പും ചകിരിത്തുണ്ടും, ചിങ്ങമരച്ചില്ലയിലെ ചുള്ളിക്കമ്പും ചകിരിത്തുണ്ടും പഞ്ചമപ്പുതു പാടലിൻ്റെ വീടായല്ലോ. ചിങ്ങമരച്ചില്ലയിലെ ചുള്ളിക്കമ്പും ചകിരിത്തുണ്ടും പഞ്ചമപ്പുതു പാടലിൻ്റെ വീടായല്ലോ. ഓണമുണ്ണാനോടിയോടി നാടുനീളെ നടന്നിട്ട്, ഓണമുണ്ണാനോടിയോടി നാടുനീളെ നടന്നിട്ട്, കൂടുപോയതറിഞ്ഞില്ല കാക്കപ്പൊന്നാച്ചി. കാവതിക്കാക്കൂട്ടിൽ കൂവരങ്കുയിൽ കൂവി. മാബലിയുടെ ബലിച്ചോറിന് കാത്തുനിന്നു കട്ടുതിന്നു, മാബലിയുടെ ബലിച്ചോറിന് കാത്തുനിന്നു കട്ടുതിന്നു. മക്കൾക്കുള്ള പങ്കും കൊത്തിച്ചേക്കേറുമ്പോൾ
ഓണച്ചോറിന് കാലമായി പാടിപ്പാടി തളർന്നു വീണ് പൂങ്കുയിലിനെ കൊടിയിറക്കി കാക്കപ്പൊന്നാച്ചി കാക്കപ്പൊന്നാച്ചി കാവതി കാക്ക കൂട്ടിൽ കൂ കൂ കൂവരങ്കുയിൽ കൂവി കാവതി കാക്ക കൂട്ടിൽ കൂ കൂ കൂവരങ്കുയിൽ കൂവി. ഇനി ഒരു ഗ്രൂപ്പ് സോങ് കേട്ടാലോ? മെയ്യാകെ തഴുകുമ്പോൾ മേലാടും പാടവരമ്പിൽ തേരേറാം കൂട്ടരെ വെയിലാടും വേനൽ കാറ്റിത് മെയ്യാകെ തഴുകുമ്പോൾ മേലാടും പാടവരമ്പിൽ തേരേറാം കൂട്ടരെ മയിലുണ്ട് ഓ മയിലുണ്ട് മാമരമുണ്ട് മധുവേറും മാമ്പഴമുണ്ട് കുയിലുണ്ട് പാടും പൂവനമുണ്ട് പദനുരയും പൈമ്പാലുണ്ണാൻ വരി വരിയായി വരി വരിയായി വരി വരിയായി ഉണ്ണികൾ നീളെ വെയിലാടും വേനൽ കാറ്റിത് മെയ്യാകെ തഴുകുമ്പോൾ മേലാടും പാടവരമ്പിൽ തേരേറാം കൂട്ടരെ അലഞ്ഞൊറിയും നീലാകാശം ഓ ഓ ഓ തൊടിയോര ചാമ്പമരത്തിൽ അലഞ്ഞൊറിയും നീലാകാശം തൊടിയോര ചാമ്പമരത്തിൽ തലകീഴായ അമ്പിളിമാമൻ ആകാശത്തമ്പിളിമാറിൽ തലകീഴായ അമ്പിളിമാമൻ ആകാശത്തമ്പിളിമാറിൽ മിന്നുന്നു താരകറാണികൾ ചൊല്ലുന്നു പായാരങ്ങൾ മിന്നുന്നു താരകറാണികൾ ചൊല്ലുന്നു പായാരങ്ങൾ ലാ 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 കഥ പറയും കൈതക്കാടുകൾ ഓ ഓ ഓ പറനിറയെ മുന്നല്ലിൻ കതിരുകൾ തെയ്തക 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 തകതം കഥ പറയും കൈതക്കാടുകൾ പറനിറയെ നെല്ലിൻ കതിരുകൾ മലയോരം മാറുമറയ്ക്കും പച്ചപ്പിൻ കുപ്പായങ്ങൾ മലയോരം മാറുമറയ്ക്കും പച്ചപ്പിൻ കുപ്പായങ്ങൾ തലകുഴയും വേതാളങ്ങൾ പല പല വിധമൈനാകങ്ങൾ തലകുഴയും വേതാളങ്ങൾ പല പല വിധമൈനാകങ്ങൾ ലാ 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 വെയിലാടും വേനൽ കാറ്റിത് മെയ്യാകെ തഴുകുമ്പോൾ മേലാടും പാടവരമ്പിൽ തേരേറാം കൂട്ടരെ വെയിലാടും വേനൽ കാറ്റിത് മെയ്യാകെ തഴുകുമ്പോൾ മേലാടും പാടവരമ്പിൽ തേരേറാം കൂട്ടരെ മയിലുണ്ട് ഓ മയിലുണ്ട് മാമരമുണ്ട് മധുവേറും മാമ്പഴമുണ്ട് കുയിലുണ്ട് ഓ കുയിലുണ്ട് കുയിൽമൊഴിയുണ്ട് പുഴപാടും പൂവനമുണ്ട് പദനുരയും പൈമ്പാലുണ്ണാൻ വരി വരിയായി വരി വരിയായി വരി വരിയായി ഉണ്ണികൾ നീളെ വെയിലാടും വേനൽ കാറ്റിത് മെയ്യാകെ തഴുകുമ്പോൾ മേലാടും പാടവരമ്പിൽ തേരേറാം കൂട്ടരെ. അമയ സി അജീഷ് ഒരു ഹിന്ദി കവിത ചൊല്ലാൻ പോവാ.
അതൊന്ന് കേക്കാട്ടോ. हिंदी कविता के क्षेत्र में श्री दमयंती शब्द मशहूर है। वर्तमान की समाज डरने वाली सच्चाई को प्रस्तुत करने वाली कविता में माँ मुझे डर लगता है। कविता इस प्रकार सुनिए। माँ मुझे डर लगता है, बहुत डर लगता है। सूरज की रोशनी आग सी लगती है, पानी के बूंदे तेज आग सी लगती है। माँ हवा में भी जहर सा खुला लगता है। माँ मुझे छुपा लो, बहुत डर लगता है। माँ तुझे याद है वह कांच की गुड़ियों से बचपन में टूट गई थी। माँ मैं भी आज ऐसी कुछ टूट गई हूँ। मेरी कोई गलती ना थी माँ, फिर टूट रू गई हूँ। बचपन में उस स्कूल टीचर की गंदी नजरों से डर लगता था। पड़ोस की चाचा की लाभक इरादों से डर लगता था। वह नुपट से लकड़ों की बेकों बातों से डर लगता था। और अब माले की इशाली और इरादों से डर लगता था। माँ मुझे छुपा लो, बहुत डर लगता था। माँ तुझे याद है वह कांच की गुड़ियों से बचपन में टूट गई थी। माँ मुझे डर लगता है, बहुत डर लगता है। सूरज की रोशनी आग सी लगती है, पानी के बूंदे तेज आग सी लगती है। हवा में भी जहर सा खुला लगता है। मुझे छुपा लो, बहुत डर लगता है. കുട്ടികളുടെ ഗായക സംഘം പാടുന്ന ഒരു അടിപൊളി പാട്ട് കേട്ടാലോ ഇനി? ആകാശം മുത്തശ്ശി അങ്ങേലേ മുത്തശ്ശി അമ്പിളി വട്ട കണ്ണട വച്ചൊരു സുന്ദരി മുത്തശ്ശി വെളുത്ത മേഘ തലമുടി കെട്ടി ചിരിച്ച മുത്തശ്ശി വെളുത്ത മേഘ തലമുടി കെട്ടി ചിരിച്ച മുത്തശ്ശി ചിരിച്ച മുത്തശ്ശി ആകാശം മുത്തശ്ശി അങ്ങേലേ മുത്തശ്ശി അമ്പിളി വട്ട കണ്ണട വച്ചൊരു സുന്ദരി മുത്തശ്ശി നക്ഷത്ര കണ്ണിൽ മിന്നും വാത്സല്യക്കടല് ഈ മണ്ണിൽ മക്കൾ കേകും സ്നേഹനിലാപാല് നക്ഷത്ര കണ്ണിൽ മിന്നും വാത്സല്യക്കടല് ഈ മണ്ണിൽ മക്കൾ കേകും സ്നേഹനിലാപാല് തുള്ളിക്കൂടമായി കഥമഴ ഒഴിഞ്ഞിരിക്കും മുത്തശ്ശി തുള്ളിക്കൂടമായ കഥമഴ ഒഴിഞ്ഞിരിക്കും മുത്തശ്ശി കിങ്ങിണി മുത്തശ്ശി ആകാശം മുത്തശ്ശി അങ്ങേലേ മുത്തശ്ശി അമ്പിളി വട്ട കണ്ണട വച്ചൊരു സുന്ദരി മുത്തശ്ശി വെളുത്ത മേഘ തലമുടി കെട്ടി ചിരിച്ച മുത്തശ്ശി വെളുത്ത മേഘ തലമുടി കെട്ടി ചിരിച്ച മുത്തശ്ശി ചിരിച്ച മുത്തശ്ശി ആകാശം മുത്തശ്ശി അങ്ങേലേ മുത്തശ്ശി അമ്പിളി വട്ട കണ്ണട വച്ചൊരു സുന്ദരി മുത്തശ്ശി
തൂവെള്ളയുടുത്ത് സൂര്യ പൊട്ടിട്ട് തെല്ലുന്നു മയങ്ങാനെന്നും കാവൽ നിൽക്കുന്നേ. തൂവെള്ളയുടുത്ത് സൂര്യ പൊട്ടിട്ട് തെല്ലുന്നു മയങ്ങാനെന്നും കാവൽ നിൽക്കുന്നേ. പ്രായം പലതേറും തോറും ചെറുപ്പമാകും മുത്തശ്ശി. പ്രായം പലതേറും തോറും ചെറുപ്പമാകും മുത്തശ്ശി. നമ്മുടെ മുത്തശ്ശി ആകാശം മുത്തശ്ശി. അങ്ങേലേ മുത്തശ്ശി അമ്പിളിവട്ട കണ്ണട വച്ചൊരു സുന്ദരി മുത്തശ്ശി. വെളുത്ത മേഘ തലമുടി കെട്ടി ചിരിച്ച മുത്തശ്ശി. വെളുത്ത മേഘ തലമുടി കെട്ടി ചിരിച്ച മുത്തശ്ശി. ചിരിച്ച മുത്തശ്ശി ആകാശം മുത്തശ്ശി. അങ്ങേലേ മുത്തശ്ശി അമ്പിളിവട്ട കണ്ണട വച്ചൊരു സുന്ദരി മുത്തശ്ശി. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? ഇമ്മിണി അമ്മ കണ്ണെഴുതി. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? കുന്നിക്കുരു. അപ്പൊ ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. അപ്പൊ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ എഴുതി അറിയിക്കണം കേട്ടോ. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പർ എടുത്തിട്ട് എഴുതിക്കോ. ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 685613. ഒന്നോട് പറയണോ? ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 685613. ഇനിയിപ്പോൾ കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട കേട്ടോ. അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM-ന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോ. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.